ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എം സ്ക്വയർ ടേൽസ്. ചേട്ടാ, ഇത് എന്റെ കുഞ്ഞാണ്. മോനെ, മോന്റെ അമ്മാവനാ. ഇതാരാ കുട്ടപ്പച്ചേട്ടൻ അറിയില്ലേ? ദൈവം മത്തായി വഞ്ചിച്ചു. പക്ഷേ പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഈ ഫീക്കെ എന്ന് വേണ്ടായിരുന്നു. കാദം പനിയാണോ അതോ കാദം ബരിയാണോ? രാജേന്ദ്രൻ നല്ലവനാ മോനെ. അവൻ അറിഞ്ഞോണ്ട് യാതൊരു തെറ്റും ഇന്നേവരെ ചെയ്തിട്ടില്ല. മാലയ്ക്ക് എന്തോ കിട്ടും. അകത്ത് എന്നാ പിന്നെ പറയാനുമില്ല സ്വാമി. ഇയാളൊന്ന് 2 ബഗ്ഗേ കുടിച്ചിട്ടുള്ളൂ. അതിന്റെ പൊങ്ങച്ചുമാണ്. പുരുഷോത്തമ, ഇയാളൊരു കവിയാണല്ലോ. അയ്യോ, ഇതാര്? തൊരപ്പം വേണു അളിയോ? ചത്തുപോയോ എന്താ? ചത്തിട്ടൊന്നും ഇല്ലടേ. സ്മഗ്ലറായിരിക്കും. ഫാറിൻ വല്ലതും ഉണ്ടോ കയ്യില്? ഞാൻ സ്മഗ്ലറില്ല. പിന്നെ ഹിപ്പിയോ? അങ്ങനെ പെപ്പർ കൃഷി തുടങ്ങിയതോടുകൂടി പാപ്പരായിപ്പോയി. ഏലം തുടങ്ങി എസ്റ്റേറ്റ് ലേലത്തിലും പോയി. ചാക്കമ്മ ജീവനോടിരിക്കുമ്പോ അത് നടക്കൂല. നീ ആരാടാ പറയാ? മുത്തു. അതെ ബായ്. പാട്ട് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പറയായിരുന്നു, പലിച്ചെറിയണ്ടായിരുന്നു. കഷ്ടായി. എങ്ങനെയാ? നമുക്ക് എത്രയോ കമ്പനികളുണ്ട്. ഒരു വേക്കൻസി ഞാൻ വാങ്ങിച്ചു തരാം. ഓക്കെ? കൈക്കൂലി കൊടുക്കാൻ ഞങ്ങളുടെ കാശൊന്നും ഇല്ല മോനെ. ഒന്നും വേണ്ടതല്ലേ. പ്രൊഡ്യൂസർ മിസ്റ്റർ മുഹമ്മദ് ബഷീർ ഫ്രം ദുബായ്. ഇതാണ് കേരളത്തിലെ ഏക ത്രെട്ടനിങ് നോവലിസ്റ്റ് മിസ്റ്റർ പ്രതാപ്. പ്ലീസ് കം ഇൻസൈഡ്. ഷഠാ, മുതലാളി പണയൊന്നും വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ രാമു എന്തിനാ വിഷമിക്കുന്നേ? മുതലാളി ആധാരം തിരിച്ചു കൊടുക്കും. അയ്യോ, ഇത് ഈ സാറിന്റെ വെട്ടിയാ. കഴിഞ്ഞ ആഴ്ച മേടിച്ചതേ ഉള്ളൂ. നിന്റെ വെട്ടിയാണ്. അയ്യോ, ക്ഷമിക്കണം സാറേ. മച്ചമ്പി, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. മച്ചമ്പിയുടെ ഉടപ്പറന്നാള് കൂടെ കൂടെ വീട്ടിൽ വന്ന് അറുവല്ല തുള്ളുന്നത് ഞാൻ പറഞ്ഞയച്ചിട്ടൊന്നും അല്ല കേട്ടാ. കുഞ്ഞുങ്ങളെ, നാളെ ഇന്റർ കോളേജ് ഫൈനൽസ് ആണ്. നമ്മുടെ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജുമായി ഏറ്റുമുട്ടുകയാണ്. ഇതിനു മുമ്പ് താൻ എവിടെ നിന്ന്? ഗോപിനാഥ സാറിന്റെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് സർക്കിള് മൈക്കിളേറ്റിന്റെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് കാലത്ത് ജോലി ചെയ്തിട്ട് എന്തോ കിട്ടാൻ? അപ്പൊ ജോലി ചെയ്യാതെ വല്ലതും കിട്ടുന്ന ലാഭം ഇല്ലേ അമ്മായി? അതെ അതെ. ദാമോണ്ണ, നമുക്ക് പോവാം. നമുക്ക് അവനോട് പിന്നെ പകരം ചോദിക്കാം. എന്റെ കത്തി കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ കീച്ചേനെ. ഇത്രയും വേണ്ടായിരുന്നു. 1.5 ഔൺസ് കൂടുതലായി പോയി. മേളിൽ ചെന്ന് കത്തിയെടുത്ത് ഒരൊറ്റ കുത്തുകൊടുത്തു. ദേ കിടക്കുന്നു താഴെ. ആരെ, യക്ഷയോ? അല്ല, അച്ഛൻ. ദൈവമേ, ഡോക്ടർ പറഞ്ഞു സമയമായില്ലെന്ന്. ഞാൻ എന്ത് ചെയ്യാനാണ്? വരി ചേച്ചി, നമുക്ക് ഒന്നുകൂടി പോയി ഡോക്ടറെ കാണാം. ഈ കാട്ടിൽ വല്ല വീടോ മറ്റോ കാണുവോടാ? കാണും. വല്ല ആനയുടെ കടുവയുടെ വീട് കാണും. അയ്യോടാ, ഇതൊരാപത്തായല്ലോ. നിങ്ങൾ ആരാ? നമ്മള് പാത്തുമ്മ. അവൻ എങ്ങോട്ട് പോയി? എങ്ങും പോയിട്ടില്ല, അകത്തിരിപ്പുണ്ട്. കേറി പിടിച്ചോ. ഇന്ന് തെരുവിൽ തുണി വിറ്റോണ്ട് നടക്കുന്നവൻ നാളെ MLA ആയിരുന്നിരിക്കും. അയാൾ തന്നെ മന്ത്രിയായി വീണ്ടും തുണിക്കട ഉദ്ഘാടനം ചെയ്യാൻ വന്നെന്നും ഇരിക്കും. എങ്കിൽ അതേക്കുറിച്ച് എന്നോടും കൂടി പറഞ്ഞാൽ ഞാനും കുറച്ച് ആലോചിക്കാം. ഒരു സഹായത്തിന് വേണ്ടിയാ. ആശ ഒറ്റയ്ക്ക് ആലോചിച്ചിരുന്ന് വിഷമിക്കണം. ഒന്നുമില്ല. പിന്നെ നിനക്ക് അവള് തടവുന്നേ?
മാത്തച്ഛൻ സാർ ഒന്ന് അടിച്ചു. നാണമില്ലല്ലോ. വാസ്തവം, മാത്തച്ഛന് നാണമില്ല. മാനേഴ്സ് അറിയാൻ പാടില്ലാത്ത സംസാരിക്കണം. ഞാനൊരു IPS ഓഫീസറാണ്. ദേവനോട് തന്നെ പറഞ്ഞത്. കേറി പോരു മോനെ, ഇവിടെ കാത്തിരിക്കുകയല്ലേ. എന്താടത്? അമ്മേ, ജയയുടെ ഡയലോഗ് അമ്മയെ കൂടി കേൾപ്പിക്കാൻ വേണ്ടി രാജൻ തന്നയച്ചതാ. അയ്യോ കാക്ക, അന്തോണി തിരിച്ചു വന്നു. വരൂല, എനിക്ക് വട വേണ്ട. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ട. ഇവനെ പോലുള്ളവരാണ് സിനിമ രംഗം വഷളാക്കുന്നത്. What would some drink, statue? I have no money. ഇന്റർവ്യൂവിന് പോയുള്ള വിവരക്കേടൊക്കെ വിളമ്പിയിട്ട് വന്ന് ഇവിടെ ഇതാണ് പണിയല്ലേ? ഞാനൊന്നും ഇന്നലെ അയക്കണ്ടല്ലേ? അതെ, എന്താ അയക്കാൻ? ഇന്നലെ തീരുമാനം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും മണി 5 കഴിഞ്ഞു. പിന്നെ ഇന്നലെ ആയാലും ഇന്നായാലും എനിക്ക് നിങ്ങളുടെ ഇത്തരത്തിലുള്ള വർത്തമാനമൊന്നും ഇഷ്ടമല്ല. അത് പോട്ട്, നമുക്ക് ഓരോ ചായ കഴിച്ചോളാം. ചെലപ്പൻ ചേട്ടോ. You speak English. I speak English. I teach English your grandfather. പ്ലഗ് എടുത്തില്ലേ? ട്രെയിൻ ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് ആ സമയത്തിന് എത്താൻ കഴിയാഞ്ഞത്. ഓണത് കാണാനല്ലല്ലോ ഞാൻ വന്നത്. കാണേണ്ടത് കണ്ടു, എഴുതേണ്ടത് എഴുതും. സാറ് റേഷൻ കട വരെ ഒന്ന് വരണം. കണ്ണും മൂക്കും എല്ലാം ഉണ്ട്. ഇപ്പൊ തന്നെ PF, LIC, ചിട്ടി, കല്യാണം, കോൺട്രിബ്യൂഷൻ, യൂണിയൻ ഫീസ് എല്ലാ പിടുത്തവും കഴിഞ്ഞ് 3 ഉലുവായാണ് കൈ കിട്ടുന്നത്. മനുഷ്യന് ജീവിക്കണ്ടേ പോയി? അങ്കുശമില്ലാത്ത ചാവല്യമേ, മണ്ണിൽ അങ്കന എന്ന് വിളിക്കുന്നു നിന്നെ. No, I can't believe my friend. Tell me, what happened to you? എന്നോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഭാരം കുറയാൻ പോകുന്നില്ല. എനിക്ക് ബലൂൺ കൊണ്ടുവന്ന ഇമ്പിച്ചു കേൾക്കുന്നില്ല. ബലൂൺ ആർക്ക് കൊടുക്കാൻ? നിക്കല്ല. ഓ കാക്ക, കാക്കയാ മടിയൻ. സൂര്യൻ തന്നാ പിന്നെ കാക്കയ്ക്ക് വീട്ടിൽ പോകാൻ തിരക്കാ. ഉണ്ണിച്ചായ, ഈ കാക്കയാണ് നമ്മൾ കൊണ്ട് പണി ഏൽപ്പിക്കാതെ. അവന്റെ ഒരു പണി അവനോട് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവന്റെ തലയുടെ 2ാമത്തെ നിലയിലെ ആൾ താമസം ഇല്ല. അയ്യോ, ഇതെന്താ കീറിക്കളഞ്ഞത്? നമ്മൾ നേരിട്ട് വന്നതുകൊണ്ട് പെറ്റീഷൻ ഇല്ലാതെ തന്നെ ആക്ഷൻ എടുക്കാനായിരിക്കും. എന്തോന്ന് അധ്വാനം. നമ്മുടെ കലാസമിതിയുടെ പേരിലായാലും എന്താ? അങ്ങനെയാണെങ്കിൽ സ്വീകരണം മാത്രം പോരാ, ഒരു കലാപരിപാടി കൂടി വേണം. എന്തോന്നാടായി കൊണ്ടുവന്നേ? ചായ. നിന്റെ വാപ്പായുടെ എന്ന് പറ, എനിക്ക് പ്രമേയത്തിന്റെ അസുഖമൊന്നും ഇല്ലെന്ന്. എടാ, ചായക്കകത്ത് പഞ്ചാരയ്ക്ക് ഒരു മണ്ണാന്നോടായിട്ട് വരുന്നേ? പിന്നെ സാറിന്റെ വീട്ടിന്റെ മുറ്റത്ത് തന്റെ വീട്ടിൽ എഴുമയുണ്ടോ? ഒരു വെളുത്ത സംസാരിക്കുന്ന എരുമയുണ്ട്. എന്തിനാ? ഇനിയും കുറെ പെൻഡിങ് ഇല്ലേ താമസേ? നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ശരി സാർ. സോറി. ശരി മാഡം. അയ്യോ, എല്ലാവന്മാരും വലിയ വീട്ടിലാ താമസം. ചപ്പും ചോറും കുറ്റിയെ കൊണ്ടുവന്നിട അതിക്കുമ്പോൾ പുഴുങ്ങി തിന്നുവാണോ? ആരാ ഇതൊക്കെ? നാട്ടുകാരാ. നിനക്ക് ഇവിടെ നിന്നാണ് പോകാൻ പറ. എന്റെ കല്യാണം നോക്കിക്കല്ലേ. ഒരാളെ ചൂടാകാതെ കാര്യം പറഞ്ഞാ മതി. നീ ആര്? ഞാനൊരു നേരത്തെ ചെറുക്കനാ. ഞാൻ പെണ്ണ് കെട്ടിയതാണേ. കാശ് വേണ്ട. അത് ഞാൻ മറന്നു. ഇവിടെ ബാക്കിയുള്ളവർ ഇക്കണ്ട കളി മുഴുവൻ കളിച്ചിട്ട് ലോകം നന്നാവുന്നില്ല. പിന്നെ ഇനി കിട്ടാനുണ്ണി. അവന്റെ കാര്യം പോക്കാടാ. കറക്റ്റ്. ഇത്ര താമസം താഴെ പൊക്കിക്കൊണ്ട് വരണ്ടേ? ഒരു സ്റ്റൗ മാറ്റി വെക്കാത്തുണ്ട്, ഇട്ട് കുടിക്കാമല്ലോ. സാറേ, കോംപ്ലാൻ ഇല്ല. ചായ വേണോ? 10-15 ദിവസമായി ഞാൻ ഇവിടെ കയറി ഇറങ്ങിയാണ്. അത് രാഘവ വേണ്ട, എനിക്ക് വാദം കൂടി ഒന്നും കേൾക്കണ്ട. എന്റെ 5 സെന്റ് മണ്ണും വിപ്പിച്ച് കാശും കൈ വാങ്ങിച്ചു വെച്ചിട്ട്